ഗുണ്ടാപ്പണി ആർക്കും ചെയ്യാൻ എസ് ഐ സാറേ. പക്ഷേ എന്തിനു വേണ്ടി ചെയ്യുന്നു അവിടെയാണ് അതിന്റെ പോയിന്റ്. അതിപ്പോ വേലായുധനെ രാഘവനെയൊക്കെ നമുക്കറിയാലോ. രണ്ടു നേരം കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത പാവങ്ങളെ പിഴിയാൻ വെട്ടുകാരനെ കിട്ടുകയില്ല. അങ്ങനെ ആരെ കൊണ്ട് സമ്മതിപ്പിക്കുകയില്ല, താൻ ഉൾപ്പെടെ. ആശാൻ ഇപ്പോഴേ ഫിറ്റാ, ഇനിയും വലിച്ചു കേട്ടണ്ട. ഓടാ. അല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ മതിയടാ. ആശാനക്കെടുത്ത് വെട്ടുവോ നീ? തള്ളേ, ആശാൻ കാണാതെ കുടിക്കുന്നത് അങ്ങേരോടുള്ള ആദരവ്. നിങ്ങളെയും അതുപോലെ കാണേണ്ട കാര്യം എനിക്കില്ല, അതിന്റെ ആവശ്യവുമില്ല. എടാ പപ്പ, നീയൊക്കെ പാത്തും പതുങ്ങിയും കണ്ണും മോന്തി തെന്നി തെറിച്ച് നടക്കുന്നതേ ആ മനുഷ്യന്റെ കാശുകൊണ്ടാ. ദിവസം 3 നാഴി അരിയും 5 കിലോ മാട്ടിറച്ചിയും 6 കോഴി എന്നൊക്കെ കേൾക്കാൻ നല്ല സുഖവാ. ഞാനും എന്റെ മോൾ അനുഭവിക്കേണ്ട കാശാ നീയൊക്കെ കള്ളും കാടിയായിട്ട് ഉള്ളിലോട്ടങ്ങ് ഇറക്കുന്നത്. ഓ, ഈ അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? തള്ളേ, ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടി പോവും. കണ്ടോ? ഞാൻ പോണോ ആശാനെ? ഒന്നുമില്ല, ഞാൻ പോണു. സംഗതി മുഴുമിക്കാൻ അങ്ങോട്ട് പോയാലോ പപ്പാ? താൻ മുഴുങ്ങോ വിഴുങ്ങോ എന്ത് വേണേ ചെയ്യ്, ഞാൻ പോവാ. എന്താ കാര്യം? ആ തള്ള തീറ്റ പണ്ടാരങ്ങളുടെ ലിസ്റ്റ് പറയാൻ തുടങ്ങി. പിന്നെ പറയണ്ടേ, മൂവത്തേക്ക് തുടങ്ങി ആ പപ്പാസും കന്നാസുമായിട്ട്. വെളുപ്പാങ്കലാകുമ്പോഴെങ്കിലും ഒന്ന് നിർത്തണ്ടേ? ഞാൻ പോയിക്കോളാം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വന്ന് പറഞ്ഞില്ലെങ്കിലേ അപ്പുറത്ത് ഞാനും എന്റെ മോളും ഉള്ള കാര്യം നിങ്ങൾ അങ്ങ് മറക്കും. അവക്ക് ഗുളിയം കയറിയിരിക്കുക, നിങ്ങൾ അവിടെ ഇല്ല, നേരം കുറെ ആയില്ലേ, പോയേക്കാം. ആ, തിരക്കാൻ മറന്നു. ഭരതൻ അവനിനി വരുമെന്ന് തോന്നുന്നില്ല. ഇത് 2ാം വർഷം അവൻ ഇറങ്ങിപ്പോയിട്ട്. ആരെയും കത്തി ചങ്കെ കുത്തി ഇറക്കിയാലും ഇത്രയും വേദന കാണില്ലായിരുന്നു. ഞാൻ തിരക്കുന്നുണ്ട് എന്റെ വഴിക്ക്. ഒന്നുമില്ലേ, എവിടെ ഉണ്ടെന്നെങ്കിലും അറിയാമല്ലോ.